ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയി കേട്ടോ. അപ്പോൾ ആയിഷമോൾ ഇതുവരെ ഓളൊരു സാധനം കണ്ടിട്ടില്ല, ഒന്നും അങ്ങനെ അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ കുറേ നേരമായി അത് കാണിച്ചേരി ഇത് കാണിച്ചേരി എന്നൊക്കെ പറയണ കേട്ടോ. കണ്ടിട്ടില്ല, കണ്ട് വെച്ചാൽ ഓള് ഇത് നോക്കിയില്ലല്ലോ, സൈസ് ഒന്നും നോക്കിയില്ലല്ലോ, നോക്കിയിട്ടില്ല. അങ്ങനെ വള വാങ്ങണ്ടേ, മാല വാങ്ങണ്ടേ ഒക്കെ വാങ്ങിക്കണേ അങ്ങനൊക്കെ അറിയുള്ളൂ. അപ്പൊ കാണിച്ചു കൊടുക്കണം. അപ്പൊ അത് കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അമ്മ ഓരോന്ന് കാണിച്ചു തരും. അപ്പോൾ ഇതാണ് എൻ്റെ വള. ആയിഷ ഇഷ്ടപ്പെട്ടാ? കാണിച്ചെടുത്ത് വയ്ക്ക്, പൊട്ടിച്ചണ്ട. നിങ്ങൾ കൈ നോക്കട്ടെ. ഇന്റെ വള ഇവിടെ ഇതാണ് എന്റെ വള. പിന്നെ ഇതാ ആയിഷമ്മക്ക് ഒരു ഹെയർ ബാൻഡ് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇത് കണ്ടിച്ച് ഇത് വെച്ച് നോക്കിയാ. വാവ്, അടിപൊളി. എന്താണ് പിന്നെ നമ്മള് റോസ് ഗോൾഡിന്റെ ഒരു മാല വാങ്ങിയിട്ടുണ്ട്. ഇത് ഇന്ന പേരൊന്നുമില്ല കേട്ടോ, ആർക്കും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ആയിഷമ്മക്ക് വാങ്ങിയ ചെരുപ്പ്. പിന്നെ ഗൈസ് നമ്മള് അടിപൊളി സ്മെല്ല്. പിന്നെ ഇത് ആയിഷമോളെ താത്ത, ആയിഷാന്റെ താത്ത വാങ്ങിയെടുത്താണ്. എൻ്റെ വലിയ മോള് വാങ്ങി കൊടുത്താണ് ഇതൊക്കെ കേട്ടോ. പിന്നെ ഇതാ മാല. പിന്നെ ഗൈസ് ഇത് രണ്ടും എനിക്ക് ഒപ്പിച്ചാൻ പറ്റട്ടോ, ഇതും പിന്നെ എൻ്റെ മുഖത്ത് വെക്കണല്ലോ കേട്ടോ, മേത്തൊക്കെ. പിന്നെ ഗൈസ് ഇത് ഞാൻ വെള്ളെ അങ്ങോട്ട് മൾട്ടിയാല് ഞാനൊക്കെ പൂമ്പാറ്റാവും. പിന്നെ ഇതവരെ ആഴ്ചമോളെ ഡ്രസ്സാണത് കേട്ടോ. ഇതൊക്കെ ഇനി പെരുന്നാൾക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പം തന്നെ കാണിക്കണം. ബാബാ സൂട്ടാണ്. ഇതിൽ ഇന്നറാണ്, ഉള്ളിടണ ഇത് ടീഷർട്ട്. ബാബാ സൂട്ടാണ് പ്രാവശ്യത്തെ ഡ്രസ്സ് ഇട്ടാ. ഇതൊക്കെ നമ്മളെ ഇതിലുള്ളതാണ്. ഇവിടെ വീട്ടിൽ നമ്മൾ ഡ്രസ്സിൻ്റെ സെയിലുണ്ടല്ലോ, അതിൽ പെട്ടതാണ് കേട്ടോ. ഇത് ലിബാമുണ്ട്. രണ്ട് മാല എനിക്കൊന്നല്ല, രണ്ടെണ്ണം പോർന്ന്. ഇതാണ് നമ്മളെ ആലിയാൻ്റെ ഷൂനൊന്നും പോകൂല, അലാക്കിൻ്റെ വിലയാണ്. ഇതെന്താന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇതാണ് ഐലിനിയർ. ഒരു ഭാഗം ഐലിനിയറിന്റെ ഇതും പിന്നെ നമുക്ക് വല്ല സ്റ്റാറൊക്കെ ഇതുപോലെ സ്റ്റാറൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ അച്ചുണ്ട് കേട്ടോ ഗൈസ്. അവിടെ ഉണ്ട്. അടുത്തത് എന്റെ ഡ്രസ്സാണ്. അപ്പൊ ഞാനൊരു ഡയലോഗ് അറിയട്ടമ്മ. ഇത് വാങ്ങിയപ്പോ ഇതിന്റെ ഒപ്പം ഫ്രീ കിട്ടിയതാ എനിക്ക്. ഇത് വാങ്ങിയപ്പോ ആദ്യം പറഞ്ഞു ഇന്റെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കണ്ട, പെരുന്നാക്ക് കണ്ടാ മതി. ഞാൻ പറഞ്ഞു പെരുന്നാക്ക് കാണുന്നത് ഇപ്പൊ കാണുന്നത് വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ആദ്യമായിട്ട് എടുക്കണാണ്. ഇത് പാൻറ്റും ബഗി പാൻറ്റും പിന്നെ ഫൈവ് സ്ലീവിന്റെ കുപ്പായും. വലിയൊരു ആഗ്രഹമാണ് അത്. ഇപ്പൊ ഈ പെരുന്നാക്ക് ഞാനത് സംഭവമൊക്കെ ശരിയാണ്. ആള് ഉയരമില്ലാത്തോണ്ട് ഒന്നും സൈസ് ഒത്തത് അവിടെ ഇല്ല. ഇത് 10 വയസ്സുള്ള കുട്ടികളുടെ, പക്ഷെ എനിക്ക് 12 വയസ്സായിട്ട്. 12 ബാക്കി എടുക്കാ. 12 വയസ്സിന് എത്രയോ മാസമായി. എല്ലാമൊന്നുമില്ല. അങ്ങനെ നവംബർ 21-ാം തീയതിയാണ് ഗൈസിന്റെ ബർത്ത്ഡേ. അപ്പൊ നമ്മളെ അതിന്റെ ചെരുപ്പ് എടുത്തോന്നാണ്. അപ്പൊ ഗൈസ് ഇത് എങ്ങനെ അറിയാം? ഇത് നമ്മളിങ്ങനെ എടുക്കാം, ഇങ്ങനെ തേക്കാം, ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് ചെരുപ്പ് എടുത്തോന്ന ആഴ്ച ഫ്രിഡ്ജുള്ള റൂമുണ്ട്. എൻ്റെ ഡ്രസ്സ് എടുത്താ, എൻ്റെ 3 പീസ്. ഇത് എന്റെ ഉമ്മയുടെ ചെരുപ്പാണ്.
ഇതാണ് എൻ്റെ പിന്നെ ഞാനിവിടെ നമ്മളെ അതിൽ നിന്നൊരു 3 പീസ് എടുത്തിട്ടോ. പിന്നെ ഇത് ഫ്രോക്ക് മാക്സിയാണ്. വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓർഡർ ചെയ്താൽ മതി. നമ്മളങ്ങോട്ട് ഇതൊക്കെ നമ്മളെ ബിസിനസ്സിലുള്ളതാണ്, നമ്മളെ വീട്ടിൽ തന്നെ ഇതൊക്കെ. പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ആട്, യൂട്യൂബ്, കോഴി, മാക്സിയുടെ ബിസിനസ്, മാപ്പിള ഗൾഫിൽ, വരുമാനം കൊണ്ട് 5 കളി, ടൈലർ, എന്തൊക്കെയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. മക്കളെ എല്ലാ മേഖലയിലും എന്താ പറയുക, എല്ലാത്തിലും ചെന്ന് ഇങ്ങനെ കുറേശ്ശെ ഒപ്പിടുന്ന ഒരാളാണ് ഞാൻ. ഏതിലാണ് നമ്മൾ പെട്ടെന്ന് റീച്ച് ആവാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. കിട്ടണത് കിട്ടട്ടെ, ഏതാ നമുക്ക് മെച്ചപ്പെടുന്ന വെച്ചാൽ അതങ്ങോട്ട് ഉഷാറാവട്ടെ. പക്ഷെ വെറുതെ ഇരിക്കാൻ എനിക്ക് ആദ്യം ഇഷ്ടമില്ല, അതിപ്പോഴും ഇഷ്ടമില്ല. എൻ്റെ കണ്ണുമോറ് ക്ഷീണിച്ചിക്കണ അല്ല, ഒരു ഉറക്ക് വന്ന പോലൊക്കെ ഉണ്ട് കണ്ടിട്ട്. എന്നാൽ വെയിലത്തെ മുളങ്ങാടി കൊറ്റിപ്പറം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയ ചെറിയൊരു ഭാഗമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പിന്നെ പാൻറ്റിന് ജിബിലി വെക്കാലിയ, തീരെ തല ചെയ്യാലിയൊക്കെ ടീഷർട്ട് പോക്കറ്റുള്ള കീശാന്നോ എന്താ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ആലിയാക്ക് ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷൂ മാത്രമുള്ള കടയിൽ കയറിയിട്ടോ. അവിടെ ചെന്നപ്പം ആലിയാൻ്റെ സൈസിലൊന്നും ഷൂ നല്ലതില്ല. ഏതായാലും ഒന്നെടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനി ഫാൻസിലേക്കാണ്. ആ വാങ്ങി. ഇനിയൊക്കെ എന്താ സ്ട്രോബെറിൻ്റെ അത് കളറുണ്ടാവും. പോടുന്നു കണക്കിലേറെ അതിനൊക്കെ സാധനം. അങ്ങനെ പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലും കയറിയിട്ടോ. ഇത് സിനിമ ഹാളിൻ്റെ അവിടെ ഉള്ളൊരു വേറെ തരം സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. അതിപ്പോൾ ഇത്ര വിപുലീകരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കോൾഗേറ്റ്, സോപ്പൊക്കെ ഒന്നായിട്ടാണ് ഞാൻ വാങ്ങൽ കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിൽ വന്ന് പിന്നെ ആടുകളൊക്കെ ഒന്ന് തീറ്റാൻ കൊണ്ടുപോയി. അപ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങളൊന്ന് നോക്കിയിട്ടോന്ന്. അങ്ങനെ അവരവിടെ നിന്ന് ഇങ്ങനെ കളിക്കുക, ഇവിടെ വെറ്റി നടക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ കൊണ്ടുവന്ന് കെട്ടി. രസമുണ്ടല്ലേ ഇവിടെ കാണാൻ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഒന്ന് പറഞ്ഞ ആയിഷാജി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറയും. ഇപ്പോഴൊന്നല്ല, കുറച്ച് മുന്നേ 2-3 താത്താർ വന്നതാണ്, കല്യാണത്തിന് വന്നാണ്. വന്ന് ചോറ് അതും പോരാ, ഇവിടെ നിന്നാണ്ട് ഞങ്ങളെ നാടിനെ പറ്റി കുറ്റം പറഞ്ഞു. അത് ശരി, ഓൽക്കുണ്ടായ അനുഭവം അല്ലാണ്ട് പറഞ്ഞു. എന്ത് വെളിച്ചില്ലാത്ത നാട്, എന്നിട്ട് ഓരിങ്ങനെ വെളിച്ചത്ത് നടക്കല്ലേ. എന്നിട്ട് വെളിച്ചില്ലാത്ത നാട് ഓരോ നാട് നല്ല പ്രകാശമാണല്ലോ. സൂര്യൻ്റെ അടുത്തേക്കാണ് നാടൊക്കെയാ ഓനെ പിടിച്ച് കെട്ടിടണോ, എല്ലാവരും പായിപ്പിച്ച. ഏതല്ലേ തിന്ന് അത് തിന്നൊക്കെ ചെയ്യും. അല്ല അടുക്കള വാതിലടച്ചിക്കണാ, പൂച്ച അരച്ചൊക്കെ തിന്നുവോ? അടച്ചില്ല. ആഴ്ച എപ്പോൾ വരികയാണെങ്കിലും അടക്കൂല. അത് ഞാൻ പറഞ്ഞ പോലെ ചെയ്തോണ്ടിട്ടാ. ഫോണൊന്നും തരില്ല കച്ചാന്. വേണ്ട, ഇതൊക്കെ തിന്നും. ഇവിടെ ആരെങ്കിലും ഒരാളെ കെട്ടിട്ടാണ്ട് അത് തിന്നും. നോക്കണം കേട്ടാ. ഈ പുല്ല് ഇടയിലുള്ള പുല്ല് തിന്നും. ഞാൻ ആടുകളായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിൻ്റെ ആയിഷാറേനെ വാതിലൊക്കെ തുറന്നിട്ട് കണ്ടു. പോയി നോക്കട്ടെ, ഇറച്ചിയൊക്കെ പൂച്ച എന്നാണ്. ഇറച്ചി പൂച്ച എന്നാണ് അതന്നെ. ആ വല്യൂട്ടപ്പന്നെ. ആ 1.5 ഇതിനെ. അതിനെ ഇവിടെ എവിടെ കെട്ടിക്കാളാ, ഈ ആഴ്ച നിൽക്കണം ഇവിടെ എവിടെയെങ്കിലും. അപ്പോൾ എല്ലാവരും ചോദിച്ചു വീട് പണി എവിടെ എത്തിയെന്ന് കേട്ടോ. വീട് പണി ഇത്രയായി.
മെയിൻ വാർപ്പിന് പലക അടിച്ചും കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിലേക്ക് പോരുന്ന റോഡാണത് കേട്ടോ. ഇത് കണ്ട വാതിൽ തുറന്നിട്ട് പോകണം. അങ്ങനെ ബാങ്ക് കൊടുത്തു ഗൈസ്. നമുക്ക് എന്തൊക്കെയുണ്ട്? ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, സോസ്, പിന്നെ സമൂസ, ചക്കപ്പഴം, തരിക്കഞ്ഞി, പിന്നെ തണുത്തള്ളം. അത് പറഞ്ഞ് ഫസ്റ്റ് അതാ പറഞ്ഞു. അപ്പം നമ്മൾ തിന്നട്ടാ. ആരൊക്കെ ബിസ്മില്ലീന്? വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള സപ്പോർട്ട് ചെയ്യുക. വ്യൂസ് ഒക്കെ കുറവാണ്, എന്ത് ചെയ്യാനാ? നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ തന്നെ പറ്റുള്ളൂ. നിങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യും. അതന്നെ. ഇനി വാങ്ങണ്ട നമുക്ക് $100. അപ്പോൾ ഇത്രയും കാലം നമുക്ക് സപ്പോർട്ട് തന്ന എല്ലാവർക്കും വളരെ നന്ദി. ഇനിയും നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.